അങ്ങനെ എന്ത് ചെയ്താലും താൻ ചെയ്യുന്നതിലെല്ലാം എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വേണം, എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ വേണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അതിലെങ്ങനെ പ്രത്യേകതകൾ വരുത്താം. ഒരു തിരക്കഥാകൃത്ത് എഴുതിയിരിക്കുന്ന കഥയിൽ താൻ അഭിനയിക്കുമ്പോൾ എന്ത് കാര്യങ്ങൾ അതിലിട്ടാൽ അതിനൊരു പൂർണ്ണത വരും, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ ആ സിനിമ ചെയ്ത് ആ സിനിമ വൻ വിജയമാക്കുന്ന ഒരു പ്രത്യേക തരം ഒരു ഇതിഹാസമാണ് മമ്മൂക്ക. അങ്ങനെ മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടുന്നു. മമ്മൂക്കയോടൊപ്പം തന്നെ ജൂറി പരാമർശത്തിൽ വന്നിട്ടുള്ള മികച്ച നടന്മാർ രണ്ടുപേര് വേറെയുണ്ട്, ആസിഫ് അലിയും ടോവിനോയും. നമുക്കറിയാം, ഒരുപക്ഷെ കൊടുമൺ പോറ്റി വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കൊല്ലത്തെ മികച്ച നടനുള്ള അവാർഡ് അത് നമ്മുടെ ടൊവിനോ കൊണ്ടുപോയനെ. അത് ഏത് ചിത്രമാണ്? എ ആർ എം. എ ആർ എം എന്ന് പറയുന്ന ചിത്രത്തിൽ ടൊവിനോ കാണിച്ചു വെച്ചിട്ടുള്ള കഥാപാത്രം അത് ഇതിനു മുൻപ് നമ്മൾ ടൊവിനോയുടെ ഒരു സിനിമകളിലും കണ്ടിട്ടില്ല. ജിമ്മനായിട്ടിരിക്കാതെ ആ സിനിമയിൽ അച്ഛന് വേണ്ടിയിട്ട്, അച്ഛൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അച്ഛൻ ചെയ്ത എന്താണെന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെക്കുന്നത് പോലെ അഭിനയിക്കുന്ന ഒരു ടൊവിനോയെ നമ്മളവിടെ കണ്ടു. അടിപൊളി ഒരു ചിത്രമാണ്. ആ ചിത്രത്തിന് കിട്ടിയേനെ. അതിൽ അസാമാന്യമായിട്ടുള്ളൊരു കഴിവ് തന്നെയാണ് ടൊവിനോ പങ്കുവെച്ചത്.